യൂത്ത് വൈബ് അവിടെ എല്ലാരും കൂടി. മനോസാർ വോയിസ് ரெண்டு மிக்ஸ் என்ன சம்பந்தம் இல்லாம இந்த பாட்டு பாடுறீங்க? റിയാക്ഷൻ സ്വാഗതം. അപ്പൊ നമ്മളൊന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് മങ്കാത്ത മൂവിയിലെ ഹൈലി സജസ്റ്റഡ് വന്നിട്ടുള്ള ഒരു സോങ് ആണ് മച്ചി ഓപ്പൺ ദ ബോട്ടിൽ എന്നാണ് സോങ്ങിന്റെ പേര്. ഈ സോങ് നടന്നത് ഭയങ്കരമായിട്ട് വ്യൂസ് കയറിയ സോങ് കൂടിയാണ്. അത് മൊത്തത്തിൽ മങ്കാതയുടെ സോങ് നോക്കിക്കഴിഞ്ഞാൽ ഈ സോങ്ങിനാണ് എല്ലാത്തിനേക്കാളും മേൽ നിൽക്കുന്ന സോങ് ആണ്. അതെന്താ സംഭവം കൂടി നോക്കണം. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. കുറെ ആളുകൾ പാടിയിട്ടുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ആളവിടെ തന്നെയാ ഉള്ളതല്ലേ. ഡപ്പാങ്കൊത്ത സാധനം മനസ്സിലായ അവസാനത്തോട്ടെത്തുമ്പോ ആള് പോലീസ് സ്റ്റേഷനിലാണ്. യൂത്ത് വൈബ് അവിടെ എല്ലാരും കൂടി. സെയിം ഡ്രസ് ഉണ്ട് എല്ലാവരും. മനോസാർ വോയിസ് ரெண்டு மிக்ஸ். என்ன சம்பந்தம் இல்லாம இந்த பாட்டு பாடுறீங்க? என்னமோ தெரியல, என்ன மாயமோ புரியலடா. பேசிக்கிட்டு இருக்கல கேளு. மப்பானால இசைஞானி பாட்டு தான் ஞாபகத்துக்கு வருது. വേറെ പാട്ടൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വരുന്നു. അതാണ് ഇപ്പോഴും ഇങ്ങനത്തെ പാട്ടോട്. ഇടക്കിടക്കൊന്നും ഡാൻസ് ചെയ്തിട്ടല്ലേ.
ക്ലാസ്സിയായി അല്ലെ പാട്ട്. போராய்ப்போதும் எப்போதும் எப்போதும் வீசிடும் பக்கம் காத்து 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 காலத்தில் தோற்றிக்குவேன் கால நேரத்தில் மாத்திக்குவேன் போத ஆனாலும் மீறி போனாலும் காதல் ஒரு நாளும் எண்ணங்கள் மாறாது என் பாட்டு வேறதான் என்னாலும் என் பாட்டு வேறதான் என்னோட வேறதான் என்னான்னு உண்மை ഇല്ലതാ. இது அம்பாடி பரம்பரை அஞ்சாடு தலைமுறை ஆனந்தம் படக்கிறதா நாம தொட்டு ஒரு முறை അതൊരു വൈബ് മിക്സ് ചെയ്യാൻ നോക്കിയാണ്. நாம முன்னேறும் படிக்கட்டு என்றாச்சு நம்மளுக்கு கிரிக்கெட்டு இப்போ ஒவ்வொரு தினமும் பெண்ணாக இருக்கு ஓஹோ நடந்தாடா ஆடாமல் ஜெயிச்சோமடா நீ பாடாமல் ஜெயிச்சோமடா ஓடாமல் എപ്പാളത്തെ വൈബ് തന്നെയാണ്. காத்து வென்றெடுத்தோம் മറ്റേത് ഋതിക് റോഷന്റെ സാധനം. ആ സോങ്ങിന്റെ അവസാനം ഞാൻ പറഞ്ഞില്ലേ ആ ക്യാരക്ടർ കുറെ നേരമായിട്ട് മിസ്സിംഗ് ആണെന്നുള്ളത്. കാരണം ഇവരുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന തന്നെയല്ലേ, അതായത് ഗ്യാങ് മീൻസ് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, പക്ഷെ പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു ആള്. എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ അജിത് സാറിന്റെ കൂടെയാണ് ഫസ്റ്റ് മുതൽ എവിടേക്കൊക്കെ കാണുന്നത് അരവിന്ദനെ. ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അറിയില്ല. ലക്ഷ്മി റായ് എവിടെ പോയിന്ന് അറിയില്ല. അർജുൻ സർജ എവിടേക്കോ വരുന്നുണ്ട്. എവിടേക്കോ പോകുന്നുണ്ട്. ഈ പടത്തിൽ തന്നെ ഉണ്ടോന്ന് അറിയില്ല. എല്ലാ പടത്തിൽ കൂടി പോകുന്ന സമയത്ത് എത്തി നോക്കിക്കൊണ്ട് പോകണമെന്ന് അറിയില്ല. പക്ഷെ നല്ല ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം കുറച്ചെത്തി ഞാൻ കഴിഞ്ഞ സീനിൽ കണ്ടപ്പോ ഇങ്ങനെ ഉണ്ടല്ലേ പടത്തില് സംഭവം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമേ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സോങ്ങിനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്റെ ഒരു രക്ഷയില്ല. അതായത് എന്താ പറയാ, അജിത് സാറിന്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാരും അതായത് ഒരു VP ഗ്യാങ്ങിന്റെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വൈബ് സോങ്. ഈ സോങ് തിയേറ്ററിൽ വരുമ്പോ എങ്ങനെ ഉണ്ടാവുന്നതാണ്. അതിന്റെ കൂടെ തലയുടെ സ്ക്രീൻ പ്രസൻസും, കാരണം അതും തലയുടെ ആ ഒരു സ്റ്റെപ്പ് ഒക്കെ നല്ല നമ്മളറിയില്ല, ഒരു നല്ല രസത്തിൽ ആ ബീറ്റിനനുസരിച്ചുള്ള സ്റ്റെപ്പ് കൂടെ ഉള്ളവരോട്ടോ നന്നായിട്ട് തന്നെ ഭയങ്കര എനർജി. കൂടെ ഉള്ള ആള് അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരൊന്നും എനിക്ക് എടുത്ത് പറയാൻ അറിയാത്തോണ്ടാട്ടോ. അപ്പൊ അവരാണെങ്കിലും ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ആ പോലീസ് യൂണിഫോം ഇട്ട ആള്, കാരണം ആ യൂണിഫോം ഇട്ടിട്ടും കളിക്കാന്നുള്ളത് കാരണം ഭയങ്കര ടൈറ്റ് ആയിരിക്കില്ല സംഭവം. ഫിറ്റുള്ള സംഭവത്തിനകത്ത് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. പുള്ളിക്കാരന് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് അറിയാം. ഏകദേശം തല കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ സ്ക്രീൻ പ്രസൻസ് ഉള്ളത് പുള്ളിക്കാരനാണ്. അതിനുശേഷമാണ് മറ്റവർക്ക് എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളിക്കാരനാണ് താടിയുള്ളത്. അതിനുശേഷമാണ് പിന്നെ അതിനുശേഷമാണ് പ്രേംജിക്ക് വരുന്നത്, പിന്നെയാണ് പിന്നെ പുള്ളിക്കാരന് വരുന്നത്. ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എന്താ വെച്ചാൽ ഡയലോഗൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തില് പിന്നെ എടുത്തവരുണ്ട് സിംഗേഴ്സ്, ഇവരെല്ലാവരുടെയും ആ വോയിസ് ആ ഒരു മിങ്കിൾ ആവുന്നില്ല. ആ സോങ് ആയിട്ട് പ്രത്യേകിച്ച് ഇടയ്ക്കൊരു ക്ലാസി സാധനം വരുന്ന നല്ലത്. പ്രത്യേകിച്ച് മനോജ് സാർ വരുന്ന സമയത്തില്ലേ സോങ് ഫുൾ ക്ലാസി അവിടെ ഡബിൾ സൗണ്ട് കൊടുത്താണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംഗർ മനോജ് സാറിന്റെ കൂടെ പാടിയതാണെന്ന് അറിയില്ല. രണ്ടും ആ ഒരു ഡബിൾ എഫക്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല കേട്ടോ, ഡയലോഗ്സ് ഒക്കെ ഫുൾ എൻ റൂട്ട് തനി റൂട്ട് പറയുന്നത്. പക്ഷെ ആ മറ്റേ ഡയലോഗ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടാ. മറ്റേ ഫസ്റ്റ് ഒരു പാട്ട് പാടുന്നില്ലേ, അത് അവിടെ ഒരു സ്ഥലം, അതായത് ഞാൻ എന്ത് വരം വേണമെങ്കിലും കൊടുക്കുന്നുള്ള രീതിയിൽ, ഞാൻ ഗോഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ ഏതൊരു ഡൗട്ട് ഉണ്ട്. അതായത് അവസാനത്തെ ലൈൻ ഞാൻ കേട്ടത് അങ്ങനെയാണ്, അതായത് ഏത് വരം വേണമെങ്കിലും ചോദിക്കാൻ എന്നോട് വരം ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നു. പക്ഷെ ഞാൻ എവിടെയോ പഴയ പാട്ടിലെ ഏതൊരു ലൈനാണ് തോന്നുന്നുണ്ട്. അതായത് ഏതോ ഒരു അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ഇതെന്ത് ഇവിടെ ഇങ്ങനെ. പക്ഷെ അതിനകത്തുള്ള എന്താ പറയാ ആ ഒരു സംഭവങ്ങളില്ലേ, ഒരു മാറ്റം, ട്രാക്ക് മാറ്റം, സംഭവങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അതായത് ശരിക്കും മങ്കാത്തയിലെ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലെ. അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്ന സംഭവമാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. കാരണം അവിടെ അരവിന്ദിന്റെ ക്യാരക്ടർ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നിങ്ങൾ ഈ സോങ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സോങ് മാത്രമല്ല ഈ പടം ഫുൾ ആയിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ചാനലിൽ വരിക, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് സീനിൽ കാണാം.